This is the second part of the module democracy. In the first part, we have discussed about some basic aspects of democracy, the origin of the term democracy, its meaning, definitions, different types of democracy, direct and indirect, and a brief discussion on indirect democracy or representative democracy has also made in the first part of this module. In this second part, the focus is mainly on some direct democratic devices. ഈ ഡെമോക്രസി എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ജനാധിപത്യത്തിൻ്റെ കുറിച്ചും അതിൻ്റെ അർത്ഥം, നിർവചനങ്ങൾ, അതിൻ്റെ വിവിധ തരത്തിലുള്ള ജനാധിപത്യ രൂപങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ പ്രത്യേകിച്ച് അതിനകത്ത് പറഞ്ഞത് നമ്മൾ പരോക്ഷ ജനാധിപത്യ സംവിധാനം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചും പ്രതിപാദിക്കുകയുണ്ടായി. ഇവിടെ പ്രധാനമായിട്ടും പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിക്കുന്നത്. First one is referendum. The term referendum derived from French word. In French, it literally means refer to. Referendum is a device by which public opinion can be ascertained by direct reference to people. ഒരു ഫ്രഞ്ച് വേർഡാണ് റെഫറൻഡം. ഇറ്റ് ലിറ്ററലി മീൻസ് റെഫർ ടു പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യുക, ജനങ്ങളോട് അഭിപ്രായം ആരായുക എന്നർത്ഥം. ഈ സംവിധാനത്തിൽ ഇൻ ദിസ് ഡിവൈസ് പബ്ലിക് ഒപ്പീനിയൻ ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ ഡയറക്റ്റ് റെഫറൻസ് ടു പീപ്പിൾ. ജനങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലുമൊക്കെ പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങളിലോ നിയമപരമായ വിഷയങ്ങളിലോ ഒക്കെ ആരായുന്ന, രാജ്യത്തെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം ആരായുന്നൊരു സംവിധാനമാണ് റെഫറൻഡം. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വെർഡിക്റ്റ് ഓഫ് പീപ്പിൾ ഈസ് സോട്ട് ഓൺ എ പ്രൊപ്പോസ്ഡ് ലോ ഓർ അമെൻമെൻറ്റ്സ് ഓൺ വിച്ച് ദ ലെജിസ്ലേച്ചർ ഹാസ് ആൾറെഡി എക്സ്പ്രസ്ഡ് ഇറ്റ്സ് ഒപ്പീനിയൻ. In the process of referendum, we seek the opinion of people or verdict of people on a particular constitutional amendment or on a law which is made by legislature. നിയമനിർമ്മാണ സഭ നിർമ്മിച്ച നിയമങ്ങളോ ഭരണഘടനാ ഭേദഗതികളിലോ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ആരായുന്ന സംവിധാനമാണ് റഫറൻഡം എന്ന് പറയുന്നത്. If it is approved by majority of people, it becomes a law, and if not approved by people, the proposed law or amendment will be given up. In a referendum, if majority of people accepts a referendum, it means that the proposed law or amendment is passed. Or otherwise, it is rejected by people, means it should be given up. ഒരു റഫറൻഡം നടത്തുമ്പോൾ ഒരു നിയമം നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണ സഭ നിർമ്മിച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഭരണഘടനാ ഭേദഗതിയൊക്കെയാണ് സാധാരണ റഫറൻസിന് വരാറുള്ളൂ. റഫറൻഡത്തിന് വരാറുള്ളൂ. ആ റഫറൻഡത്തിന് വരുമ്പോൾ അത് ഭൂരിപക്ഷം ആൾക്കാരും സ്വീകരിക്കുകയാണെങ്കിൽ ആ നിയമം നടപ്പിലാകും. ഭൂരിപക്ഷം ആൾക്കാരും തള്ളുകയാണെങ്കിൽ ആ നിയമം ഉപേക്ഷിക്കപ്പെടും എന്നർത്ഥം, അല്ലെങ്കിൽ ആ ഭേദഗതി ഉപേക്ഷിക്കപ്പെടും എന്നർത്ഥം. Referendum are of two kinds. There is some classification is possible in referendum. Referendum പ്രധാന രണ്ട് തരത്തിലാണുള്ളത്. First one is compulsory or obligatory referendum. It means it is certain type of bills can only become a law after it has been referred to the people and accepted by it. Compulsory പേര് തന്നെ ഉണ്ട്, compulsory or obligatory referendum. വളരെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട റഫറൻഡങ്ങളാണ്. ചില ഭരണഘടനാ ഭേദഗതികളോ ചില നിയമങ്ങളോ നിർബന്ധമായും ജനങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ നിയമമാക്കാൻ കഴിയുകയുള്ളൂ.
അല്ലെങ്കിൽ പാസ്സാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന റഫറണ്ടത്തിനാണ് കമ്പൽസറി ഓർ ഒബ്ലിഗേറ്ററി റഫറണ്ടം എന്ന് പറയും. നിർബന്ധമായും ചെയ്തിരിക്കേണ്ട റഫറണ്ടമാണ്. ചില ബില്ലുകൾ, അത് എല്ലാ ബില്ലുകളും ഉണ്ടാവില്ല. ചില പ്രത്യേക തരത്തിലെ സ്വഭാവമുള്ള ബില്ല്, ചിലപ്പോൾ അത് എന്തെങ്കിലും ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാവാം, അധികാരവുമായി ബന്ധപ്പെട്ടതാവാം, ബജറ്റുമായി ബന്ധപ്പെട്ടതാകാം. ഏത് സംഗതിയായാൽ തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ ഹിതം അറിയുക, ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഫാക്കൽറ്റേറ്റീവ് ഓർ ഓപ്ഷണൽ റഫറണ്ടം. ഇറ്റ് ഈസ് ഓപ്ഷണലാണ്. ഇത് നിർബന്ധമുള്ളതില്ല. ചില കാര്യങ്ങളിൽ നിർബന്ധമൊന്നുമില്ല, റഫറണ്ടം നിർബന്ധമല്ല. ഇൻ സർട്ടൻ നമ്പർ ഓഫ് പീപ്പിൾ ക്യാൻ ആസ്ക് ഫോർ എ ബിൽ പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ ടു ബി സബ്മിറ്റഡ് ടു ദം ഫോർ റഫറണ്ടം. ഫാക്കൽറ്റേറ്റീവ് റഫറണ്ടം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഓപ്പറേറ്റ്സ് വെൻ people demands a particular law or particular amendment for placing for referendum. ഒരു ജനങ്ങളിലൊരു വിഭാഗം ഏതെങ്കിലും ഒരു പുതിയതായി നിർമ്മിക്കപ്പെട്ട നിയമ ഭേദഗതിയോ ജനങ്ങളുടെ പരിശോധനയ്ക്ക് ഹിതം അറിയുന്നതിന് വേണ്ടി വിടണം എന്ന് ഒരു നിശ്ചിത എണ്ണം ജനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിലാണ് ഫാക്കൽറ്റേറ്റീവ് റഫറണ്ടം ഓർ ഓപ്ഷണൽ റഫറണ്ടം വർക്ക് ചെയ്യുക. സ്വിറ്റ്സർലൻഡിൽ 30,000 30,000 ജനങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ആവശ്യപ്പെട്ടാൽ പാർലമെൻറ്റ് നിർമ്മിച്ച ഏതെങ്കിലും നിയമോ ഭേദഗതിയോ റഫറണ്ടത്തിന് വേണ്ടി അയക്കും. അത്തരത്തിൽ ഭരണഘടനയുടെ ബാധ്യതയില്ലെങ്കിൽ പോലും ഓൺ ദി ബേസ് ഓഫ് ഡിമാൻഡ് റേസ്ഡ് ബൈ പീപ്പിൾ സം laws has to be placed for referendum. Such a kind of referendum is called facultative or optional referendum. Optional referendum is based on the demand of the people. ജനങ്ങളുടെ ആവശ്യപ്രകാരം വേണ്ടി വരുന്ന റഫറണ്ടത്തെയാണെന്ന് പറയാം ഓപ്ഷണൽ റഫറണ്ടം എന്ന് പറയുക. ദെൻ മെറിറ്റ്സ് ഓഫ് റഫറണ്ടം. Referendum has so many merits. First of all, it upholds the sovereignty of people. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ് അപ്ഹോൾഡ്സ് ദി സോവറിറ്റി ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങളാണ് പരമാധികാരി, ജനങ്ങളാണ് ജനായത്തിൽ രാജാവ് എന്ന് പറയുന്ന സങ്കല്പം ഏറ്റവും പ്രാധാന്യമായി വിനിയോഗിക്കപ്പെടുന്ന ഇവിടെയാണ്. ജനങ്ങളുടെ ഹിതം കൂടി അറിയുക, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. ഏത് നിയമം നിർമ്മിച്ചാലും ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുമ്പോൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക. അവരുടെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നെങ്കിൽ നിയമമാവുക, അല്ലെങ്കിൽ അത് തള്ളിപ്പോവുക എന്ന് പറയുന്ന അർത്ഥം. പീപ്പിൾ ഡിസൈഡ്സ് ദംസെൽഫ് വാട്ട് law they need and what they do not need. People themselves decides what law they need or what law they do not need. അവർക്ക് ആവശ്യമില്ലാത്ത നിയമം ഏതാണ്, അവർക്ക് ആവശ്യമുള്ള നിയമം ഏതാണെന്ന് അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് വേ ടു ഡിസ്കവർ ദി ജെന്യുവിൻ പബ്ലിക് ഒപ്പീനിയൻ. ഇറ്റ് ഈസ് എ മെക്കാനിസം ടു അണ്ടർസ്റ്റാൻഡ് പബ്ലിക് ഒപ്പീനിയൻ. ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, ജനഹിതം, പൊതുജനാഭിപ്രായം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സംവിധാനമാണ് റഫറണ്ടം. കാരണം ജനങ്ങളാണ് തീരുമാനിക്കുക. ജനങ്ങൾ ഭൂരിപക്ഷം തീരുമാനിക്കുന്നെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം അനുകൂലമാണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇൻ ദിസ് വേ ഇറ്റ് ഈസ് എ മെക്കാനിസം ടു അണ്ടർസ്റ്റാൻഡ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായം അറിയുന്നതിന് നമുക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ്. ദെൻ ഇറ്റ് ഈസ് സേഫ് ഗാർഡ് അഗൻസ്റ്റ് ഡിസ്പോട്ടിസം ഓഫ് എ മെജോറിറ്റി പാർട്ടി. ഇറ്റ് ഈസ് എ സേഫ് ഗാർഡ് അഗൻസ്റ്റ് ഡെസ്പോട്ടിസം ഓഫ് എ മെജോറിറ്റി പാർട്ടി. ഇൻ നോർമൽ times, in normal democracies or representative democracy, there is a despotism of majority party. ഭൂരിപക്ഷ പാർട്ടിയുടെ ഒരു മേധാവിത്വം, ഒരു സ്വേച്ഛാധിപത്യം പലപ്പോഴും ഉണ്ടാവും. By referendum we can curtail or diminish the tendency of majoritarian despotism or majoritarian rule. ഭൂരിപക്ഷ മേധാവിത്വം, ഭൂരിപക്ഷത്തിൻ്റെ സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനങ്ങളെ പലപ്പോഴും നമ്മൾക്ക് തടയാൻ കഴിയുന്നു. Then it reduces the importance of political parties and curtails partisan spirit. It reduces the importance of political parties. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാധാന്യം കുറയുന്നു. Because people directly decides or people directly involves in the law making process by deciding a particular law is needed or not. ഒരു പ്രത്യേക നിയമം വേണോ വേണ്ട എന്നുള്ള കാര്യം ജനങ്ങൾ തന്നെ നേരിട്ട് തീരുമാനിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ അധികാരം ഉണ്ടാവുകയും ഇടനിലക്കാർ, രാഷ്ട്രീയ അധികാരത്തിലെ ഇടനിലക്കാരായി വരുന്നത് മീഡിയേറ്റേഴ്സ് ഇൻ പൊളിറ്റിക്സ് സച്ച് ആസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ക്യാൻ ബി അവോയ്ഡഡ് ഫ്രം ദി സീൻ. രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ നമുക്ക് ഈ സീനിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. ഇറ്റ് എഡ്യൂക്കേറ്റ്സ് ദി മാസസ് പൊളിറ്റിക്കലി ആൻഡ് പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് സം കൈൻഡ് ഓഫ് citizenship training has been given. Some political education has been given by system. വ്യവസ്ഥ തന്നെ ജനങ്ങൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുകയും ജനങ്ങളെ രാഷ്ട്രീയമായി ബോധമുള്ളവരായി തീരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘടകം ഇതിലുണ്ട്. കാരണം ഒരു നിയമം വരുമ്പോൾ അത് ജനങ്ങൾക്ക് വേണോ വേണ്ട ജനങ്ങളെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ നിയമത്തെക്കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കണമല്ലോ. ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് എഡ്യൂക്കേറ്റ്സ് എ പബ്ലിക് ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഇത് വളരെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്.
Then demerits of referendum. Referendumത്തിന്റെ പ്രധാനപ്പെട്ട demerits. First one, it undermines the authority and status of legislature. നിയമനിർമ്മാണ സഭയുടെ അധികാരങ്ങളും അതിൻ്റെ പദവിയുമൊക്കെ പലപ്പോഴും ഇല്ലാതായി പോകുന്നൊരു സാധനമുണ്ട്. അത് കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം പലപ്പോഴും റഫറണ്ടം ഉണ്ടാക്കാറുണ്ട്. കാരണം റഫറണ്ടത്തിൽ ജനങ്ങളാണ് തീരുമാനിക്കുക. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞേ പറ്റുള്ളൂ. പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളിലും പ്രധാനപ്പെട്ട ഭേദഗതികളും രാഷ്ട്രത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജനഹിതം അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാർലമെൻറ്റ് ഹാസ് ലോസ്റ്റ് ഇസ് സ്റ്റാറ്റസ് ആൻഡ് അതോറിറ്റി. പലപ്പോഴും പാർലമെൻറ്റ് അതിൻ്റെ ഒരു അധികാരവും അതിൻ്റെ ഒരു പദവിയും ഒക്കെ നിലനിർത്തുന്നതിൽ പലപ്പോഴും പരാജയപ്പെടും, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം ജനങ്ങൾക്കൊരു സേ ഉണ്ട്. പീപ്പിൾ ഹാവ് എ സേ ഇൻ ഇറ്റ്. അവർക്ക് അതിനോട് അഭിപ്രായം പറയാനുള്ള ഇടമുണ്ട്. അവരാണ് അൾട്ടിമേറ്റായിട്ട് തീരുമാനിക്കുക. ദെൻ ലെജിസ്ലേച്ചർ പാസിംഗ് ലോസ് വിത്തൗട്ട് മച്ച് കെയർ ആൻഡ് ഡെലിബറേഷൻസ്. ഗ്രാജുവലി വാട്ട് ഹാപ്പൻഡ് ഇൻ മെനി കൺട്രീസ് ഈസ് ദാറ്റ് in countries where this referendum is practicing, gradually the legislature pass laws without much care and deliberation. നിയമനിർമ്മാണ സഭ വലിയ ചർച്ചകളോ വലിയ സംവാദങ്ങളോ ഡെലിബറേഷൻസോ ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് നിയമങ്ങൾ പാസ്സാക്കി പോകുന്നൊരു സാഹചര്യം. കാരണം അവർക്ക് വലിയ റോളൊന്നുമില്ല. ജനങ്ങളാണ് അൾട്ടിമേറ്റായിട്ട് തീരുമാനിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കാര്യഗൗരവത്തോടുകൂടി ചർച്ചയൊക്കെ നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചാലും അല്ലെങ്കിലും ജനങ്ങളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ കാര്യഗൗരവമായ ചർച്ചകളൊന്നും പലപ്പോഴും പാർലമെൻറ്റിൽ ഉണ്ടാവാറില്ല. ദെൻ മോഡേൺ ലെജിസ്ലേഷൻസ് ആർ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ടെക്നിക്കൽ പ്രോസസ്. അത് കോമൺ മാൻ ഓർ ലേമാൻ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ നിയമനിർമ്മാണത്തിൻ്റെ കോംപ്ലക്സിറ്റിയും അതിലുള്ള സാങ്കേതികതയും ഒന്നും പലപ്പോഴും മനസ്സിലാവുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റഫറണ്ടം ജനങ്ങൾക്ക് റെഫർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന് എല്ലായ്പ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ഈസ് മേ ബി ഡെമോക്രാറ്റിക് ഓർ ഇറ്റ് ഈസ് മേ ബി എ ഫോം ഓഫ് അൾട്രാ ഡെമോക്രാറ്റിക് പ്രോസസ്. ഒരു തീവ്ര ജനാധിപത്യ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പുതിയ വിഷയം ബന്ധപ്പെട്ട് ഒരു നിയമം നിർമ്മിക്കപ്പെടുമ്പോൾ ജനങ്ങൾ ഈ നിയമത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിയണമെന്നില്ല. ആ നിയമം എന്തിനു നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ എന്താണ്, അത് നിർമ്മിക്കേണ്ട സാഹചര്യം ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ കോംപ്ലക്സ് ആൻഡ് ടെക്നിക്കൽ നേച്ചറുള്ള നിയമനിർമ്മാണ പ്രക്രിയ ജനങ്ങളിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രത്തെ അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളെയും നിയമനിർമ്മാണ വ്യവസ്ഥയൊക്കെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Then referendum does not truly represent the public opinion, since voters who participate in referendum are often very small. റഫറണ്ടം എല്ലായ്പ്പോഴും പൊതുജനാഭിപ്രായത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് മെജോറിറ്റി ഓഫ് പീപ്പിൾ സംടൈംസ് കീപ് aloof ഫ്രം ദീസ് പ്രോസസ് ഓഫ് റഫറണ്ടം. പലപ്പോഴും ജനങ്ങൾ നല്ലൊരു ശതമാനവും ഈ റഫറണ്ടം പ്രക്രിയയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാവുക. ഒപ്പണൻസ് ടേക്ക് പാർട്ട് മോർ ഇൻ റഫറണ്ടം ദാൻ ഇറ്റ്സ് സപ്പോർട്ടേഴ്സ്. പലപ്പോഴും എതിരാളികളാണ്, ഒരു പ്രത്യേക നിയമത്തെ ഭേദഗതി എതിർക്കുന്ന എതിരാളികളാണ് കൂടുതലായി പങ്കെടുക്കുക. ഒപ്പണൻസ് ഹാവ് മോർ ഇൻട്രസ്റ്റ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ദി റഫറണ്ടം റദർ ദാൻ സപ്പോർട്ടേഴ്സ്. നിയമത്തെ അനുകൂലിച്ചുകൊണ്ടോ ഭേദഗതി അനുകൂലിച്ചുകൊണ്ടോ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ പേര് എതിർക്കാനായിരിക്കും ഉണ്ടാവും. എതിർക്കുന്നവരായിരിക്കും വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് റഫറണ്ടത്തിൽ കൂടുതൽ എതിർക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റഫറണ്ടത്തിൽ പലപ്പോഴും നിയമങ്ങൾ പരാജയപ്പെടാനാണ് സാധ്യത. ദെൻ ലാർജ് ആബ്സെൻറ്റീസം ഈസ് വിറ്റ്നസ്ഡ് ഇൻ സ്വിറ്റ്സർലൻഡ് ഡ്യൂറിംഗ് ദി റഫറണ്ടം. ഈ റഫറണ്ടം നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യമായ സ്വിറ്റ്സർലൻഡിൽ പലപ്പോഴും ജനങ്ങൾ നല്ലൊരു ശതമാനം പലപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇനിഷ്യേറ്റീവ്. നമ്മൾ സാധാരണ പറയും ഇനിഷ്യേറ്റീവ് മുൻകൈ എടുക്കൽ എന്നാണ് എൻ്റെ മലയാളം. ഇനിഷ്യേറ്റീവ് ദ പീപ്പിൾ ഹാസ് ദി പവർ ടു പ്രപ്പോസ് ഓർ ഇനിഷ്യേറ്റ് എ ലെജിസ്ലേഷൻ. ദ പ്രോസസ് ഓഫ് പ്രപ്പോസിംഗ് ലെജിസ്ലേഷൻ ബൈ സിറ്റിസൺ ഈസ് കാൾഡ് ഇനിഷ്യേറ്റീവ്. Initiative means the proposal for a legislation is originated from the part of people. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജനങ്ങൾ ഒരു നിയമത്തിന് വേണ്ടി മുൻകൈ എടുക്കുകയും അവരുടെ നിയമം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമം ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. ഇവിടെ അങ്ങനല്ല. പീപ്പിൾ ഇറ്റ് സെൽഫ് ഡിമാൻഡ്സ് ഫോർ എ പർട്ടിക്കുലർ ലോ. ജനങ്ങൾ അവർക്കൊരു പ്രത്യേക നിയമം വേണം എന്നാവശ്യപ്പെടുന്നൊരു സാഹചര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ദ പ്രോസസ് ഓഫ് പ്രപ്പോസിംഗ് ലെജിസ്ലേഷൻ ബൈ സിറ്റിസൺ ഈസ് കാൾഡ് ഇനിഷ്യേറ്റീവ്.
ഒരു നിയമം നിർമ്മിക്കുന്നതിന് ജനങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നൊരു സാഹചര്യമാണ്. ഹിയർ എ സർട്ടൺ നമ്പർ ഓഫ് വോട്ടേഴ്സ് 50,000 ഇൻ സ്വിറ്റ്സർലൻഡ് ക്യാൻ ഇനിഷ്യേറ്റ് എ ബിൽ. ഒരു സർട്ടൺ നമ്പർ ഓഫ് വോട്ടേഴ്സ് ക്യാൻ കോൾ അപ്പോൺ ദ ലെജിസ്ലേച്ചർ ടു ഇൻട്രൊഡ്യൂസ്, consider and pass a particular legislation. In initiative, people can demand people can place their demand before the legislature to introduce, consider and pass a particular legislation. ഒരു പ്രത്യേക നിയമം വേണം എന്ന് പാർലമെൻറ്റിനോട് ആവശ്യപ്പെടുക, ആ നിയമം പാസ്സാക്കണമെന്ന് പാർലമെൻറ്റിനോട് ആവശ്യപ്പെടുന്നതിനാണ് നമ്മൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. It is then mandatory for the legislature to consider the initiative and after that it must refer back to the people for the approval or rejection. On the basis of that demand, the legislature must make laws as per the demand of the people. ജനങ്ങൾ എന്ത് ഡിമാൻഡാണോ മുൻ വെച്ചാൽ അതിനെ അടിസ്ഥാനമാക്കി ഒരു നിയമം നിർമ്മിക്കേണ്ട ബാധ്യത എന്തായാലും പാർലമെൻറ്റിനുണ്ട്. ആൻഡ് ഫർദർ that laws has to be placed for referendum. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ പിന്നീട് എന്തിന് ഹാജരാക്കുകയും വേണം? റഫറണ്ടത്തിന് ഹാജരാക്കുകയും വേണം. Then initiative includes 2 stages. First one, people raise a demand before the legislature and legislature makes a law. ഒന്നാമത്തെ ഘട്ടം, ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി ആവശ്യം ഉണ്ടാകുന്നു, നിയമനിർമ്മാണ സഭ ഒരു നിയമം നിർമ്മിക്കുന്നു. രണ്ടാമത്, then it given for the again it refer to the people. വീണ്ടും ഇത് ആർക്കും വേണ്ടി നൽകുന്നു? ജനങ്ങൾക്ക് റഫറണ്ടത്തിന് വേണ്ടി നൽകുന്നു. അങ്ങനെ 2 ഘട്ടമുണ്ട്. ഇനിഷ്യേറ്റീവിൻ്റെ ഘട്ടമുണ്ട്, റഫറണ്ടത്തിൻ്റെ ഘട്ടം ഇതിലുണ്ട്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി ഉണ്ട്. ഇൻ സ്വിസ് കാൻറ്റോൺസ് ഇനിഷ്യേറ്റീവ് ഈസ് പ്രാക്ടീസ്ഡ് ഫോർ ബോത്ത് ഓർഡിനറി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്. സ്വിറ്റ്സർലൻഡിൽ ഭരണഘടനാപരമായ നിയമങ്ങൾക്കും സാധാരണ നിയമങ്ങൾക്കും പല പ്രാദേശിക യൂണിറ്റുകളിലും പ്രവിശ്യകളിലും കാൻറ്റൺസ് അറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കാൻറ്റൺസിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇനിഷ്യേറ്റീവ് ആൾസോ ഓഫ് 2 kinds. ഇനിഷ്യേറ്റീവ് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫോർമുലേറ്റഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് അൺഫോർമുലേറ്റഡ്. ഇനിഷ്യേറ്റീവ് 2 രീതിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഫോർമുലേറ്റഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ അൺഫോർമുലേറ്റഡ്. ഫോർമുലേറ്റഡ് ഇനിഷ്യേറ്റീവ് ഈസ് ഇൻ ദി ഫോം ഓഫ് എ പ്രോപ്പർ ബിൽ കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. ഫോർമുലേറ്റഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ കൊടുക്കുന്ന ഡിമാൻഡ്, ദ ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ ലെജിസ്ലേഷൻ ഷുഡ് ബി ഇൻ ദി ഫോം ഓഫ് എ പ്രോപ്പർ ബിൽ. ഒരു ബില്ല് എങ്ങനെയായിരിക്കുമോ ആ രീതിയിൽ തന്നെ ജനങ്ങൾ പാർലമെൻറ്റിന് മുന്നിൽ ഒരു നിയമം സമർപ്പിക്കുന്നതിനെയാണ്, ഒരു ഡിമാൻഡ്, ഒരു ഇനിഷ്യേറ്റീവ് സമർപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക? ഫോർമുലേറ്റഡ് ഇനിഷ്യേറ്റീവ്. ഒരു ബില്ലിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അതിന് ടൈറ്റിൽ ഉണ്ടാവും, അതിന് ക്ലോസുകൾ ഉണ്ടാവും, സബ് ക്ലോസ് ഉണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളാണെന്നുണ്ടാവും, അതിൻ്റെ ഉദ്ദേശം ഉണ്ടാവും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിൻ്റെ ഒരു ഫോർമാറ്റിൽ കൃത്യമായി സമർപ്പിക്കുന്നതിനെയാണ് ഫോർമുലേറ്റഡ് ബിൽ എന്ന് പറയും. അത് പാർലമെൻറ്റിന് മുന്നിൽ വെക്കുന്നു. ഇൻ കേസ് ഓഫ് ലെജിസ്ലേച്ചർ കൺസിഡേർഡ് ദാറ്റ് ബിൽ ആസ് ഇറ്റ് സബ്മിറ്റഡ് to it and after approval it is referred back to the people for their final approval or rejection. That formulated bill submitted in a particular format by the people has been considered by parliament and then it passed that legislation and again it placed for referendum. ആ നിയമം അങ്ങനെ ഒരു കൃത്യമായ നിയമത്തിൻ്റെ രൂപത്തിൽ ജനങ്ങൾ സമർപ്പിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ പാർലമെൻറ്റ് പാസ്സാക്കുന്നു. പാർലമെൻറ്റ് വലിയ ജോലിയോടൊന്നുമില്ല, പാർലമെൻറ്റ് പാസ്സാക്കുന്നു. പാസ്സാക്കിയതിന് ശേഷം വീണ്ടും ജനങ്ങളുടെ ഹിതപരിശോധനയ്ക്ക് വേണ്ടി കൊടുക്കും. ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി റഫർ ടു ദി പീപ്പിൾ, റഫറണ്ടം വീണ്ടും നടക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ 2 സ്റ്റേജുണ്ട്. ജനങ്ങളൊരു ബില്ലിൻ്റെ രൂപത്തിലാണ്, ഒരു പൂർണ്ണമായ ബില്ലിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ബില്ലിനെ പാർലമെൻറ്റ് വലിയ ജോലിയൊന്നുമില്ല, ചർച്ച ചെയ്യുക, പാസ്സാക്കുക, വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു. ജനങ്ങളുടെ അഭിപ്രായം അറിയാം, ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. Then unformulated initiative. In unformulated initiative, the initiative is in the form of a general demand and not in the form of a proper law. Unformulated നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ്. അവിടെ ഒരു കൃത്യമായ നിയമത്തിൻ്റെ രൂപത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. There is a general statement or general demand not in the form of proper law. Unformulated initiative is in the form of a general demand not in the form of proper law. ഒരു പൊതുവായ ഒരു പ്രത്യേക ആവശ്യമുള്ള നിയമം വേണം എന്നൊരു ഡിമാൻഡ് മാത്രം മുന്നോട്ട് വയ്ക്കുന്നു. കൃത്യമായ ഫോർമാറ്റൊന്നും അവിടെ കൽപ്പിച്ചിട്ടില്ല. In this case, in Switzerland, the legislature approves the proposal and then prepares its draft and it is then finally submitted to the people for their verdict. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. The legislature makes a law based on the demand raised by the people. ജനങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡിനെ ആസ്പദമായിക്കൊണ്ട് ഒരു നിയമം പാർലമെൻറ്റ് നിർമ്മിക്കുന്നു. Then it is again placed before referendum.
അത് വീണ്ടും ആർക്ക് നൽകുന്നു? ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി നൽകുന്നു. ഈ രീതിയിലാണ് അൺഫോർമുലേറ്റഡ് ഇനിഷ്യേറ്റീവ് പ്രവർത്തിക്കുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജ് സിമിലർ ടു ദാറ്റ് ഓഫ് റഫറണ്ടം. റഫറണ്ടത്തിൽ നമ്മൾ പറഞ്ഞ അഡ്വാൻറ്റേജ് ഇവിടെയും പ്രയോഗിക്കാവുന്നതാണ്. അത് കൂടാതെ ഇൻ അഡീഷൻ ടു ദി അഡ്വാൻറ്റേജസ് ഓഫ് റഫറണ്ടം, ഇനിഷ്യേറ്റീവ് ഹാസ് സർട്ടൺ അതർ സ്പെസിഫിക് അഡ്വാൻറ്റേജസ്. നമ്മൾ റഫറണ്ടത്തിൽ പറഞ്ഞ അഡ്വാൻറ്റേജ് കൂടാതെ ഇനിഷ്യേറ്റീവിന് അതിൻ്റേതായ ചില അഡ്വാൻറ്റേജുകൾ കൂടി ഉണ്ട്. First one, people willingly obey the law as it is proposed by people themselves. ഒരു പ്രധാനപ്പെട്ട കാര്യം, പീപ്പിൾ വില്ലിംഗ്ലി ഒബേസ് ദ ലോ. പീപ്പിൾ സ്വാഭാവികമായിട്ടും ഈ നിയമങ്ങൾ അനുസരിക്കും. ആസ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ പീപ്പിൾ ദംസെൽസ്. ജനങ്ങൾ തന്നെ കൊണ്ടുവന്ന നിയമമാണ്. അപ്പോൾ അവരായിട്ട് അത് ലംഘിക്കില്ല. കാരണം ജനങ്ങളുടെ ആവശ്യപ്രകാരം നിയമനിർമ്മാണ സഭ നിർമ്മിച്ചു കൊടുത്ത നിയമമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളതിനെ സ്വാഭാവികമായി അംഗീകരിക്കും. ജനങ്ങൾ ഡിമാൻഡ് ചെയ്തു, അതിനനുസരിച്ച് നിർമ്മിച്ചു, പിന്നീട് ജനങ്ങളുടെ അംഗീകാരം കൂടി വാങ്ങിയ നിയമമാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു ജനകീയ സ്വഭാവമുണ്ട്. പീപ്പിൾ സെൻറ്റേഡ് ആണ്, പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്, ഓർ പീപ്പിൾ ദംസെൽസ് മെയ്ഡ് ദാറ്റ് ലോ. ആ നിയമം നിർമ്മിച്ച ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് കൂടുതൽ അംഗീകരിക്കപ്പെടാൻ, നിയമം ലംഘിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എനി ചാൻസ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് ഓർ ഡിസ്റ്റർബൻസസ് വെൻ പീപ്പിൾ ആർ പെർമിറ്റഡ് ടു ഷേപ്പ് ദെയർ ലോസ്. വി ക്യാൻ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് സിവിൽ ഡിസ്റ്റർബൻസസ്, സിവിൽ ഡിസൊബീഡിയൻസ് എക്സെട്ര ഇഫ് പീപ്പിൾ ദംസെൽസ് മേക്സ് ദ ലോ. ജനങ്ങൾ തന്നെയാണ് നിയമം നിർമ്മിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും ഒക്കെ പ്രക്ഷോഭങ്ങളോ നിയമലംഘനങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യത നമുക്ക് കുറയ്ക്കാൻ കഴിയും. കാരണം ജനങ്ങൾ തന്നെ നിർമ്മിച്ച നിയമങ്ങളാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ദെൻ ഇറ്റ് റിമൂവ്സ് ദ ഡേഞ്ചർ ഓഫ് സെക്ഷണലിസം. വിഭാഗീയതയുടെ പ്രവണതകളെ ഇല്ലാണ്ടാക്കും. ബിക്കോസ് എ ലോ എമനേറ്റിംഗ് ഫ്രം ലെജിസ്ലേച്ചർ മേ ബി ബാക്ക്ഡ് ബൈ സെക്ഷണൽ ഓർ പാർട്ടി ഇൻട്രസ്റ്റ്. ഇവിടെ ജനങ്ങളുടെ അഭിപ്രായപ്രകാരം, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങളുടെ മുൻകൈയിലാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുക. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി പാർട്ടി ഇൻട്രസ്റ്റ് ഓർ എനി അതർ സെക്ഷണൽ ഇൻട്രസ്റ്റ്. ഏതെങ്കിലും വിഭാഗീയമായ കക്ഷിരാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ജനങ്ങളിൽ നിന്നുണ്ടായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇത് ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാരെയും പ്രതിനിധീകരിക്കുന്ന നിയമങ്ങളായിരിക്കും, അല്ല അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളായിരിക്കും നിർമ്മിക്കപ്പെടുക. ഇറ്റ് റെക്ടിഫൈസ് ആക്ട് ഓഫ് ഒമിഷൻ ഓൺ ദി പാർട്ട് ഓഫ് ലെജിസ്ലേച്ചേഴ്സ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ഓർ റെക്ടിഫൈ ദി ഒമിഷൻസ് മെയ്ഡ് ബൈ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പിറ്റ്ഫാൾസ്, ചില വീഴ്ചകൾ, ചില ഒഴിവാക്കലുകൾ, ചില മറന്നുപോകലുകൾ, അതിനെയൊക്കെ നമ്മൾക്ക് ഫലപ്രദമായി തടയാൻ ഇതുകൊണ്ട് കഴിയും. ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കുന്നതുകൊണ്ട് നിയമനിർമ്മാണ സഭ ഏതെങ്കിലും നിയമം നിർമ്മിക്കാൻ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഏതൊരു കാര്യം വിട്ടുപോവുകയാണ്, അത്തരം ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നർത്ഥം. Then legislatures may be apathetic to the needs of people, and initiative is a device by which such acts of omission of the legislatures can be rectified. Legislatures may be apathetic to the needs of people. ജനങ്ങളുടെ ആവശ്യങ്ങളെ മുഴുവൻ എല്ലായ്പ്പോഴും നിയമനിർമ്മാണ സഭ അംഗീകരിക്കണമെന്നില്ല. they may be apathetic towards the demands of people. ജനങ്ങളുടെ അതിനോട് വലിയ സഹാനുഭൂതി ഒന്നും അവർ പ്രകടിപ്പിക്കാറില്ല. Then such some omissions may occur. ചില ഒഴിവാക്കലുകളൊക്കെ സംഭവിച്ചേക്കാം. അത്തരം ഒഴിവാക്കലുകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് ഈ സംവിധാനം നമ്മളെ സഹായിക്കുന്നു എന്നർത്ഥം. Then disadvantages of initiative. It can be said that through initiative, authority of legislature is undermined and initiative virtually supersedes legislature. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. It undermines the authority of legislature and supersedes legislature. പലപ്പോഴും നിയമനിർമ്മാണ സഭയുടെ അധികാരത്തെ, പദവിയെ താഴ്ത്തി കിട്ടുന്നു, അല്ല അത് കുറയുന്നതിന് കാരണമാകുന്നു. പലപ്പോഴും ഇനിഷ്യേറ്റീവ് സൂപ്പർസീഡ്സ് ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ ഒരു വിഭാഗങ്ങൾക്ക് പലപ്പോഴും നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. Popularly initiated measures could suffer from the defect of unsound legislations. പലപ്പോഴും legislations made by or suggested by people does not have a sound legislative process. വളരെ ശക്തമായൊരു നിയമനിർമ്മാണ പ്രക്രിയ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നിയമനിർമ്മാണത്തിൻ്റെ ദി കോമൺ മാൻ ഓർ ലേമാൻ cannot understand the complexities and technicalities involved in the making of a legislation. In that sense, it become a defective one. ആ രീതിയിൽ
ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾക്ക് ഒരുപാട് ഡിഫക്റ്റ് ഉണ്ടാവും. അതിനൊരു നിയമത്തിൻ്റെ സ്വഭാവം പലപ്പോഴും കൈവരുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടാവും എന്നർത്ഥം. ദ ബിൽ ഡ്രാഫ്റ്റ് ബൈ പീപ്പിൾ ആർ ജനറലി ക്രൂഡ് ഇൻ കൺസെപ്ഷൻ ഓഫൺ ഫോൾട്ടി ആൻഡ് മാർഡ് ബൈ ഒബ്സ്ക്യൂരിറ്റീസ് ആൻഡ് ഒമിഷൻസ്. ജനങ്ങളുടെ സ്വപ്നങ്ങൾ, ജനങ്ങളുടെ പ്രതീക്ഷകൾ അതിനെയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും അതുകൊണ്ട് തന്നെ അവരൊരുപാട് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ അവർ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്നില്ല. ദെർ മേ ബി സെവറൽ ഒമിഷൻസ് ഫ്രം ദി പാർട്ട് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ രാഷ്ട്രത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒന്നും മനസ്സിലാക്കിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ചില സങ്കല്പങ്ങൾ, അവരുടേതായ ഒരു ധാരണകൾ, ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമങ്ങൾ നിർമ്മിക്കാം, അവർ മുൻകൈ എടുക്കും. പക്ഷേ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന, രാഷ്ട്രത്തെ ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് ധാരണ ഉണ്ടാവണമെന്ന് നിർബന്ധം ഇല്ല എന്നർത്ഥം. Hence its adoption may lead to confusion, uncertainty and ambiguity. അതുകൊണ്ട് തന്നെ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പലപ്പോഴും അതൊരു ആംബിഗിറ്റി കാരണമാകും, ഒരു കൺഫ്യൂഷന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അൺസർട്ടൻ ആകും. നമ്മൾ പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വളരെ വിശദമായ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് ഒരു പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന നിയമം പോലെ ഒരിക്കലും ശക്തമായിരിക്കില്ല, ഒരിക്കലും ക്ലിയർ കട്ടായിരിക്കില്ല. അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങളെ പലപ്പോഴും ഒരു ഇനിഷ്യേറ്റീവിന് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രം നിൽക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റിലാണ്. അന്താരാഷ്ട്ര രംഗത്തെ കാര്യങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ, വിദേശ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ നമ്മുടെ നിയമനിർമ്മാണത്തെ സ്വാധീനിക്കും. ഈ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഒരു ഇനിഷ്യേറ്റീവിലൂടെ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല. സ്വിറ്റ്സർലൻഡ് എക്സ്പീരിയൻസ് ഷോസ് ദാറ്റ് ഇനിഷ്യേറ്റീവ് ഹാസ് നെയ്തർ ഇംപ്രൂവ്ഡ് ദി ക്വാളിറ്റി ഓഫ് ലെജിസ്ലേഷൻസ് നോർ റെഡ്യൂസ്ഡ് ദി വർക്ക് ലോഡ് ഓഫ് ലെജിസ്ലേച്ചർ. സ്വിറ്റ്സർലൻഡ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ഇനിഷ്യേറ്റീവ് ഹാസ് നെയ്തർ ഇംപ്രൂവ്ഡ് ദി ക്വാളിറ്റി ഓഫ് ലെജിസ്ലേഷൻസ്. നിയമനിർമ്മാണത്തിൻ്റെ ക്വാളിറ്റി കൂടി എന്നൊന്നും പറയാൻ കഴിയില്ല. ഈ ജനങ്ങളുടെ മുൻകൈയിൽ നിയമം നിർമ്മിച്ചപ്പെടുത്തുകൊണ്ട് അങ്ങനെ കൂടിയെന്ന് പറയാൻ കഴിയില്ല. നോർ റെഡ്യൂസ് ദി വർക്ക് ലോഡ് ഓഫ് ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ സഭയുടെ വർക്ക് ലോഡ് കുറഞ്ഞിട്ടുമില്ല, അവർക്ക് വർക്ക് ലോഡ് കൂടിയത്. കാരണം കൂടെ ഇനിഷ്യേറ്റീവ് വരും. പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ ജനവിഭാഗങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് നിയമം നിർമ്മിച്ചേ പറ്റുള്ളൂ. അങ്ങനെ നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിച്ചെങ്കിലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ വർക്ക് ലോഡ് കൂടുകയാണ് ചെയ്തത്. നിയമനിർമ്മാണ സഭയുടെ വർക്ക് ലോഡ് കൂടുന്നു. നിയമനിർമ്മാണ സഭയ്ക്ക് ഈ പറഞ്ഞ പോലെ വളരെ വിപുലമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വളരെ കൃത്യമായി അവർക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മോറോവർ ഇറ്റ് ഹാസ് ഫെയിൽഡ് ടു പ്രൊമോട്ട് പ്രോഗ്രസീവ് ലെജിസ്ലേഷൻസ്. വളരെ പ്രോഗ്രസീവ് ലെജിസ്ലേഷൻസ് പലപ്പോഴും വിഘാതമായി നിൽക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നർത്ഥം. Then plebiscite, third one. Plebiscite is also a French word. It is derived from French word plebiscium. Plebiscium എന്ന വാക്കിൽ നിന്നാണ് plebiscite ഉണ്ടായത്, which means decree or rule of the people. Plebiscium എന്ന വാക്കിൻ്റെ അർത്ഥം decree, rule of the people. ജനങ്ങളുടെ ഭരണം എന്നർത്ഥം വരുന്ന ഡിക്രി, plebiscium എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് plebiscite ഉണ്ടായത്. According to Leacock എന്ന ചിന്തകൻ്റെ അഭിപ്രായത്തിൽ plebiscite is used for any kind of popular vote on an issue. It is use of any kind of popular vote on an issue. ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂവിൽ, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, അത്തരം ഒരു ഇഷ്യൂവിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയുന്ന ഒരു സംവിധാനത്തെയാണ് പ്ലെബിസിറ്റ് എന്ന് പറയും. അക്കോർഡിംഗ് ടു സ്ട്രോങ്ങിൻ്റെ അഭിപ്രായത്തിൽ plebiscite is taken on a matter of political importance, chiefly in order to create some more or less permanent political solution. സ്ട്രോങ്ങിൻ്റെ അഭിപ്രായത്തിൽ plebiscite is taken on a matter of political importance. Plebiscite is normally conducted for resolving a political issue. ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് plebiscite നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. Plebiscite is used for resolving a political issue or a contentious issue which has been existing in political sphere. രാഷ്ട്രീയ മേഖല നിലനിൽക്കുന്ന വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് പരിഹാരം കാണുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലെബിസിറ്റ് എന്ന് പറയുക. പ്ലെബിസിറ്റ് ഈസ് ദസ് നോട്ട് കൺസേൺഡ് വിത്ത് ലാ മേക്കിംഗ് ആൻഡ് ഈസ് നോട്ട് പാർട്ട് ഓഫ് നോർമൽ ലീഗൽ പ്രോസസ്. ദെൻ ദ ഡിഫറൻസ് of plebiscite from other two mechanisms is that it is not concerned with the law making process. ഇതിന് നിയമനിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾ നേരത്തെ പഠിച്ച റെഫറൻഡവും ഇനിഷ്യേറ്റീവ് നിയമനിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ plebiscite does not have any relation with
ലോ മേക്കിംഗ് പ്രോസസ്, നിയമനിർമ്മാണ പ്രക്രിയയെ ബന്ധപ്പെട്ട ഒന്നല്ല. റാദർ ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് മെത്തേഡ് ഫോർ അസർട്ടൈനിങ് ദി ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ ഓൺ എ പോളിസി മാറ്റർ ഓർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് മെത്തേഡ്. ഇത് പ്ലെബിസിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് മെത്തേഡ് ടു അസർട്ടൈൻ ഓർ കളക്ട് ദി ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ ഓൺ എ പോളിസി മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ്. വളരെ വലിയ പൊതുജന പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ, ഒരു നയപരമായ തീരുമാനമെടുക്കേണ്ട ഒരു വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ആരായുന്ന പ്രക്രിയക്കാണെന്ന് പറയാം പ്ലെബിസിറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ പ്രോസസ്, ഇറ്റ് ഈസ് നോട്ട് എ ലോ മേക്കിംഗ് പ്രോസസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദി ഒപ്പീനിയൻ ഓഫ് പബ്ലിക് ഹാസ് ബീൻ കളക്റ്റഡ് ഓർ അസർട്ടൈൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ്, ഫോർ ക്രിയേറ്റ്, ഫോർ മേക്കിംഗ് എ പർട്ടിക്കുലർ പോളിസി. ഒരു പ്രത്യേക നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന സംവിധാനത്തിനാണെന്ന് പറയാം നമ്മൾ പ്ലെബിസിറ്റ് എന്ന് പറയുന്ന സംവിധാനം. ഇത് ലോ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല. ഏതെങ്കിലും വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള, വളരെ ഗുരുതര, വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തെയാണ് നമ്മൾ പലപ്പോഴും പ്ലെബിസിറ്റ് സ്വീകരിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീകോൾ. റീകോൾ നമ്മൾ അതിൻ്റെ പേര് തന്നെയുണ്ട്, ഇറ്റ് ഈസ് റീകോളിംഗ്, തിരിച്ചു വിളിക്കലാണ്. റീകോൾ ഈസ് എ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസ് ബൈ വിച്ച് വോട്ടേഴ്സ് possesses the right to recall back any elected officer or representative before the expiry of their term who fails to carry out his duties as a representative. Recall is a mechanism in which the representative has been replaced or recalled or removed from his office by the people who elected them. ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയക്കാണ് റീകോൾ എന്ന് പറയുക. തിരികെ വിളിക്കൽ എന്നാണ് എൻ്റെ മലയാളം. ഒരു ജനപ്രതിനിധി നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞാൽ ആ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ചെയ്യുന്നതിൽ, ഡ്യൂട്ടികൾ ചെയ്യുന്നതിൽ, ചുമതല നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള പൗരന്മാരുടെ അധികാരത്തെയാണ് റീകോൾ എന്ന് പറയുക. റീകോൾ ഇസ് എ മെക്കാനിസം ഡിവൈസ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ റീപ്ലേസ് ഓർ കോൾ ബാക്ക് ദി elected officer or representative if he fails to perform his functions successfully. The system of recall prevails in some western states of USA and in some cantons of Switzerland. USA-ലെ ചില സംസ്ഥാനങ്ങളിലും ചില സ്റ്റേറ്റുകളിലും സ്വിറ്റ്സർലൻഡിലെ ചില കാൻറ്റൺസിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഒറിഗോൺ ഈവൻ ജഡ്ജസ് ക്യാൻ ബി റീകോൾഡ്. അമേരിക്കയിലെ ഒറിഗോൺ എന്ന് പറയുന്ന പ്രവിശ്യയിൽ ജഡ്ജസിനെ പോലും ജനങ്ങൾക്ക് തിരികെ വിളിക്കാനുള്ള അധികാരം ഉണ്ട്. ഇറ്റ് ഈസ് വെരി ഇഫക്റ്റീവ് മെത്തേഡ് ടു റെസ്ട്രെയിൻ ദി അതോറിറ്റീസ് ഫ്രം അബ്യൂസിങ് പവർ. ദി മെക്കാനിസം ഓഫ് റീകോൾ ഹെൽപ്പ് us to restrain the authorities from abusing power. നമ്മൾക്ക് അധികാരികൾ അവരുടെ അധികാര ദുർവിനിയോഗം നടത്തുന്നു, അല്ലെങ്കിൽ അവർ അധികാരം വേണ്ടതിൽ വിനിയോഗിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും. Moreover, the authorities become more responsive to people's concern as they know that they can be removed from office by aggrieved sections of populations. ജനപ്രതിനിധികളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും. പ്രത്യേകിച്ച് അവരെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് നല്ല ഉത്തരവാദിത്വം, കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യും. കാരണം ദേ വെയർ ഫിയർ ഓഫ് ദി സിസ്റ്റം ഓഫ് റീകോൾ. അവർ ഏത് സമയം വേണമെങ്കിലും ദേ മേ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ ദി പീപ്പിൾ ദോസ് ഹു എലക്റ്റഡ് ഹിം. അവരെ എലക്ട് ചെയ്ത ആൾക്കാർ തന്നെ അവരെ നീക്കം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ വളരെ കൺസേൺഡ് ആയിരിക്കും, അവർ വളരെ റെസ്പോൺസീവ് ആയിരിക്കും എന്നർത്ഥം. ഇറ്റ് ഈസ് ആൾസോ വെപ്പൺ അഗൈൻസ്റ്റ് പൊളിറ്റിക്കൽ കറപ്ഷൻ. റീകോൾ ഈസ് ആൾസോ യൂസ്ഡ് ആസ് എ വെപ്പൺ അഗൈൻസ്റ്റ് പൊളിറ്റിക്കൽ കറപ്ഷൻ. ഒരു അഴിമതിക്കെതിരായ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അഴിമതി നടത്തുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനപ്രതിനിധിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അദ്ദേഹത്തെ മാറ്റാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ഇറ്റ് ഈസ് എ വെപ്പൺ അഗൈൻസ്റ്റ് കമ്പാറ്റിംഗ് കറപ്ഷനെ മറികടക്കാനുള്ളൊരു സംവിധാനമാണ്. Then in this method, possibility of honest officer legislature being victimized by people cannot be completely ruled out. Major problem is that some representative may be victimized by people. ജനങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരെ അങ്ങ് ബലിയാടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പീപ്പിൾ കനോട്ട് ബി കംപ്ലീറ്റ്, അതിനുള്ള സാഹചര്യം നമുക്ക് ചിലപ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. ഹോണസ്റ്റ് ഓഫീസർ ഓർ ലെജിസ്ലേച്ചർ ബീയിങ് വിക്ടിമൈസ്ഡ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ചിലപ്പോഴെങ്കിലും എതിർ പാർട്ടിക്കാരൊക്കെ അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇരയാക്കാൻ സാധ്യത. അനാവശ്യമായ ആരോപണങ്ങൾ, ഇല്ലാത്ത ആരോപണങ്ങൾ അങ്ങനെ വാർത്തകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്ഥലത്താണ് നീക്കം ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു പരിമിതി റീകോളിന് ഉണ്ട്.
ഇതെത്രയാണ് നമ്മളുടെ ഡെമോക്രസി എന്ന മോഡ്യൂളിൽ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഭാഗങ്ങളോടുകൂടി ഡെമോക്രസി എന്ന പാഠഭാഗം അവസാനിക്കുകയാണ്.